ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷി സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 100 idioms ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 60 idioms നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സോടെ കഴിയുമ്പോൾ 70 idioms ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. നോക്കിക്കേ, ഫസ്റ്റ് വൺ നോക്കിക്കേ. ഗിവ് അപ്പ് ദ ഗോസ്റ്റ്. ഗിവ് അപ്പ് ദ ഗോസ്റ്റ്. ഗിവ് അപ്പ് ദ ഗോസ്റ്റ് എന്തുവാ? ഗിവ് അപ്പ് ദ ഗോസ്റ്റ് മീൻസ് ഗോസ്റ്റായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഗിവ് അപ്പ് ദ ഗോസ്റ്റ് മീൻസ് ഡൈ, പാസ് അവേ മീൻസ് മരണപ്പെടുക. അതാണ് മരണപ്പെടുക എന്നതാണ് ഗിവ് അപ്പ് ദ ഗോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആഫ്റ്റർ ലോങ് ഇൽനസ് ഹി ഗേവ് അപ്പ് ദ ഗോസ്റ്റ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഒരുപാട് നാളത്തെ അസുഖത്തിന് ശേഷം അയാൾ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് ഹാൻഡ്. ഗ്രേറ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പേർട്ട് മീൻസ് വളരെ നൈപുണ്യമുള്ള ആൾ, കഴിവുള്ള ആൾ. ഓക്കെ, നൈപുണ്യം ഉള്ള ആൾ, അതാണ് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഹീസ് എ ഗ്രേറ്റ് ഹാൻഡ് അറ്റ് ഓർഗനൈസിങ് ഹോം. അതായത് വീട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന, അടുക്കും ചിട്ടയോടുകൂടെ വെക്കുന്നതിൽ അയാൾ എന്താണ്? എക്സ്പേർട്ട് ആണ്, ഗ്രേറ്റ് ഹാൻഡ് ആണ്, എക്സ്പേർട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗീവ് വൺ എ ലോങ് റോപ്പ്. ഗീവ് വൺ എ ലോങ് റോപ്പ് എന്ന് വെച്ചാൽ എന്താ? ലെറ്റ് സം വൺ കമ്മിറ്റ് മിസ്റ്റേക്സ്. അതായത് മിസ്റ്റേക്സ് ആണേ, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മിസ്റ്റേക്ക് MISTA ആണ് കേട്ടോ. ഓക്കെ, മിസ്റ്റേക്സ്. ഓക്കെ, ടു ലെറ്റ് സം വൺ കമ്മിറ്റ് മിസ്റ്റേക്സ്, അതായത് മിസ്റ്റേക്സ് ഉണ്ടാകാനായിട്ട് അനുവദിക്കുക എന്നതാണ്. ഹി നെവർ ഗീവ്സ് ഹിസ് എംപ്ലോയീസ് എ ലോങ് റോപ്പ്. അദ്ദേഹം എന്ത് ചെയ്യത്തില്ല? അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിന് എന്ത് കൊടുക്കില്ല? ലോങ് റോപ്പ് മീൻസ് എന്താണ്? മിസ്റ്റേക്ക് ഉണ്ടാകാനായിട്ട് അനുവദിക്കില്ല എന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഹാങ് ടുഗദർ. ഹാങ് ടുഗദർ മീൻസ് സപ്പോർട്ട് വൺ അനദർ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. ദ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെലിവേർഡ് ബൈ ദ ലീഡർ ഓഫ് ദ പാർട്ടി ഡു നോട്ട് ഹാങ് ടുഗദർ. അതായത് പാർട്ടിയുടെ ലീഡർ എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയും. പക്ഷെ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലിപ്പോൾ ഒരു ബന്ധവും ഇല്ലായിരുന്നു, പരസ്പര ബന്ധവും ഇല്ലായിരുന്നു. ഡു നോട്ട് ഹാങ് ടുഗദർ മീൻസ് പരസ്പര ബന്ധം. ഡു നോട്ട് ഹാങ് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹാങ് ടുഗദർ എന്നല്ല, ഡു നോട്ട് ഹാങ് ടുഗദർ മീൻസ് പറയുന്നത് തമ്മിലൊരു ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാങ് ടുഗദർ മീൻസ് വാട്ട്? സപ്പോർട്ട് വൺ അനദർ എന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹാവ് ആൻ ആക്സ് ടു ഗ്രെയിൻ. ഹാവ് ആൻ ആക്സ് ടു ഗ്രെയിൻ മീൻസ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ്. അതായത് സ്വാർത്ഥത, അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടെ ചെയ്യുന്ന കാര്യമാണ് എന്ത്? ഹാവ് ആൻ ആക്സ് ടു ഗ്രെയിൻ. ദ സ്റ്റഡി പ്ലാൻ കണ്ടക്റ്റഡ് ബൈ ദ കമ്പനി ഹാസ് നോ ആക്സ് ടു ഗ്രെയിൻ. അതായത് കമ്പനി ഒരു സ്റ്റഡി പ്ലാൻ കണ്ടക്ട് ചെയ്തു വിത്തൗട്ട്, അതിന് എന്തില്ല? ഒരു അതിൻ്റെ പിന്നിൽ സ്വാർത്ഥപരമായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ല. ഓക്കെ, ഹാസ് നോ ആക്സ് ടു ഗ്രെയിൻ. ആക്സ് ടു ഗ്രെയിൻ സ്വാർത്ഥത. ഇവിടെ സെൻറ്റൻസിനകത്ത് ഹാസ് നോ ആക്സ് ടു ഗ്രെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹോൾഡ് വൺസ് ടങ്. നിങ്ങൾക്ക് എളുപ്പമാണല്ലേ? ആ ഒരു ഐഡിയം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടു കീപ് ക്വൈറ്റ് എന്താണ്? അടങ്ങിയിരിക്കുക, സംസാരിക്കാതെ വളരെ ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. വി ഷുഡ് ഓൾവേസ് ഹോൾഡ് അവർ ടങ് ബിഫോർ അവർ എൽഡേഴ്സ്. നമ്മൾ എന്താണ്? നമ്മുടെ എൽഡേഴ്സ്, മുതിർന്നവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ക്വൈറ്റ് ആയിട്ടിരിക്കണം എന്നാണ് സെൻറ്റൻസിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഹെർക്കൂലിയൻ ടാസ്ക്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള ടാസ്കിനെയാണ് ഹെർക്കൂലിയൻ ടാസ്ക്. വെരി ഡിഫിക്കൽട്ട്, വളരെ പ്രയാസമുള്ളത്. സോ ഇറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക് ടു റൂട്ട് ഔട്ട് കറപ്ഷൻ ഇൻ ഇന്ത്യ. അല്ലേ, കറപ്ഷനെ മൊത്തമായിട്ട് എന്താണ്? ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ. കറപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ്, ഹാവ് വൺസ് ഫിംഗർ ഇൻ എവറി വൺസ് പൈ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹാവ് വൺസ് ഫിംഗർ ഇൻ എവറി വൺസ് പൈ, അതായത് ടു പാർട്ടേക്ക് ഓഫ് സംതിങ്, എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുക. ഇപ്പോൾ അനാവശ്യമായിട്ട് ഇടപെടുക, ആവശ്യമില്ലാതെ, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലായിടത്തും കയറി ഇടപെടത്തില്ലേ, അതാണ് ഹാവ് വൺസ് ഫിംഗർ ഇൻ എവറി വൺസ് പൈ എന്ന് പറയുന്നത്. He is very much likes to have a pink finger in every pie. He is very much likes to have a finger in every pie എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആവശ്യമായിട്ട് അനാവശ്യമായിട്ടും കയറി ഇടപെടുന്ന കാര്യത്തിൽ അയാൾക്ക് വലിയ ഇഷ്ടമാണ് എന്നതാണ്. ഓക്കെ,
നോക്കിക്കേ. നെക്സ്റ്റ് വൺ ഹാവ് ആൻ അയൺ വിൽ. ഹാവ് ആൻ അയൺ വിൽ എന്ന് പറയുമ്പോൾ സ്ട്രോങ് വില്ലാണ്, സ്ട്രോങ് വിൽ ആണ്. ഓക്കെ, ഇഫ് വി ഹാവ് ടു ലിവ് അമംഗ് ദ മീൻ ആൻഡ് സെൽഫിഷ് പീപ്പിൾ വി മസ്റ്റ് ഹാവ് ആൻ അയൺ വിൽ. നമ്മൾ എന്താണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള സ്വാർത്ഥ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ല് വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം. ഓക്കെ, അതാണ് ഹാവ് എൻ അയൺ വിൽ എന്ന് പറയുന്നത്. അടുത്ത ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുമ്പോൾ ടു ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം, അതായത് ശരിയായ സമയത്ത് കൃത്യസമയത്ത് കൃത്യമായ കാര്യം ചെയ്യുക എന്നതാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. ഹി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ബൈ റിസൈനിങ് ഹിസ് ജോബ്. അതായത് ഹി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ബൈ റിസൈനിങ് ഹിസ് ജോബ് എന്ന് പറയുമ്പോൾ തക്ക സമയത്ത് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ജോബ് റിസൈൻ ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു കേട്ടോ. നോക്കിക്കേ. ഗിവ് അപ്പ് ദ ഗോസ്റ്റ് മീൻസ് പാസ് അവേ, മരണപ്പെടുക. ഗ്രേറ്റ് ഹാൻഡ് മീൻസ് ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ, നൈപുണ്യമുള്ള ആൾ. നെക്സ്റ്റ് ഗീവ് വൺ എ ലോങ് റോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടു ലെറ്റ് സം വൺ കമ്മിറ്റ് മിസ്റ്റേക്സ്, ഒരാളെ തെറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതാണ് ഗീവ് വൺ എ ലോങ് റോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാങ് ടുഗദർ മീൻസ് സപ്പോർട്ട് ചെയ്യുക. അടുത്തെന്താ? ഹാവ് എൻ ആക്സ് ടു ഗ്രെയിൻ മീൻസ് വളരെ സ്വാർത്ഥ താല്പര്യം. ഹോൾഡ് വൺസ് ടങ് മീൻസ് എന്താ? ക്വൈറ്റ് ആയിട്ടിരിക്കുക. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട്, വളരെ പ്രയാസമേറിയ ടാസ്ക് എന്നാണ്. ഹാവ് വൺസ് ഫിംഗർ ഇൻ എവറി വൺസ് പൈ മീൻസ് വേണ്ടെടുത്ത് വേണ്ടാത്തിടത്തും കയറി ഇടപെടുന്ന ഇതിനെയാണ് ഹാവ് വൺസ് ഫിംഗർ ഇൻ എവറി വൺസ് പൈ എന്ന് പറയുന്നത്. ഹാവ് എൻ അയൺ വിൽ മീൻസ് സ്ട്രോങ് വിൽ, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ് എന്താണ്? കൃത്യസമയത്ത് കൃത്യമായ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 3 ക്ലാസ് കൂടെ ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.